ഔഷധ പരിപാലന സമിതിയുടെ എൻ്റെ സുഹൃത്തുക്കൾക്ക് വേണ്ടി ഇന്ന് ഞാൻ പരിചയപ്പെടുത്തുന്നത് ചിറ്റാമൃത് എന്നാണ്. അപ്പോൾ ചിറ്റാമൃത് ആണ് എൻ്റെ വീടിൻ്റെ മുകളിലാണിത് ഉള്ളത്. ഞാൻ വള്ളിയേറ്റ് മുകളിലോട്ട് പടർത്തിയതാണ്. പാരമ്പര്യ വൈദ്യത്തിന് പാർലമെൻറ്റ് അംഗീകാരം നൽകുമ്പോൾ ഇങ്ങനെ ജീവനുള്ള ചെടികൾ ഭൂമിയിലുണ്ടാവുമ്പോൾ ഇതിനെ ആർക്കും തന്നെ നിരോധിക്കാൻ കഴിയില്ല. നേരിട്ട് ഔഷധങ്ങൾ ഉപയോഗപ്പെടുത്തിയിട്ടുള്ള ട്രീറ്റ്മെൻറ്റ് ഇവിടുന്ന് പോയത് ഇതിൻ്റെ വലിയൊരു പ്രശ്നമായിരുന്നു. പിന്നെ ബോട്ടിൽ മരുന്നുകൾ മാത്രം അതിലെന്താ ചേരുവാന്ന് അറിയാത്തൊരു പ്രശ്നം ഇവിടെ ഉണ്ടായിരുന്നു. അപ്പോൾ നമുക്ക് എന്താ വേണ്ടത് വെച്ചാൽ ഔഷധങ്ങൾ ഓരോ ആളുകളും പാരമ്പര്യം വൈദ്യം ചെയ്യുന്ന എല്ലാ ആളുകളും ഔഷധത്തിനെ കൃഷി ഉണ്ടാക്കുകയും അതിൽ നിന്ന് ഉൽപ്പാദിപ്പിക്കാനുള്ളൊരു സംവിധാനവും നമുക്കിവിടെ വേണം. ഈ ചെടിനെ ഒന്ന് കൂടുതൽ ഈ ചെടിയുടെ ഔഷധ ഗുണങ്ങളിലേക്കും നമുക്കൊന്ന് നോക്കി നോക്കാം. അത്രമാത്രം വളരെ നിസ്സാരമായ ഔഷധച്ചെടി പോലും വളരെ നല്ല റിസൾട്ടുകളാണ് നമുക്ക് തരുന്നത്. അപ്പോൾ ഇതിൻ്റെ ഔഷധ ഗുണങ്ങളിലേക്ക് ഇതൊന്ന് അടുത്ത് അറിയാം ഈ ചെടിയെ കുറിച്ചിട്ട്. അതായത് ഒന്ന് ഇതിൻ്റെ ഒരു പ്രധാനമായിട്ട് ഒന്ന് മൂത്ര വിസർജനം നന്നായിട്ട് നടക്കും ഇതിന്. രണ്ടാമത്തെ ഈ മൂത്രപ്പഴുപ്പ് ഒഴിവാക്കാൻ പറ്റുന്നുണ്ട്. പിന്നെ പലതരം പനികൾക്ക് ഈ വള്ളിനീര് ഉപയോഗപ്പെടുത്തും. പിന്നെ അതേപോലെ തന്നെ ശരീരത്തിന് പ്രതിരോധം തീർക്കാൻ നല്ലൊരു സംഗതിയാണിത്. വാദങ്ങൾ, ചുമ, ജലദോഷം ഇതിലൊക്കെ നല്ല റിസൾട്ടാണ്. പിന്നെ നമ്മൾ തണ്ട് ഇട്ട് വെള്ളം വെച്ച് രാവിലെ കുടിക്കുന്ന ഒരു പരിപാടിയുണ്ട്. അത് പ്രമേഹ രോഗികൾക്ക് വളരെയധികം ഗുണമാണ്. രക്തത്തിലെ പഞ്ചസാരയുടെ അളവ് കുറക്കാൻ നല്ലതാണത്. പിന്നെ അമൃതാരിഷ്ടത്തിൽ ചേരുവേണ്ട ദഹനം പരിഹരിക്കും. അമൃതോത്തരം കഷായമൊക്കെ ഉണ്ടാക്കാൻ ഇത് ഉപയോഗപ്പെടുത്തുന്നുണ്ട്. ദഹനം നല്ല റിസൾട്ടാണ്. ഇതൊക്കെ നമ്മൾ രോഗികൾക്ക് കൊടുത്ത് നമുക്ക് മനസ്സിലാക്കിയ കാര്യങ്ങളാണ്. തേൻ ചേർത്താണ് ദഹനം പരിഹരിക്കാൻ. തേൻ ചേർത്ത് ആണ് കഴിക്കേണ്ടത്. തേനിപ്പോൾ നല്ല കിട്ടാറില്ല, അങ്ങനത്തെ പ്രശ്നമാണ്. അപ്പോൾ അങ്ങനെയൊക്കെ വരുമ്പോൾ അതിൻ്റെ റിസൾട്ട് വഴിമാറി പോവുക. അതേപോലെ തന്നെ പിന്നെ മലം അയഞ്ഞു പോവും. ഹൃദ്രോഗത്തിൽ നല്ല റിസൾട്ടാണ് ഇതിനുള്ളത്. എയ്ഡ്സിന് പോലും പഴയ കാലത്ത് ഇത് ഉപയോഗിച്ചിരുന്നാണ് കേട്ടിട്ടുള്ളത്. ഇത് വേലികളിലുണ്ടായിരുന്നു. ഇപ്പോൾ ഈ വേലില്ലാത്ത കാരണം ഇപ്പോൾ ഈ സംഭവം ഇത് വംശനാശ ഭീഷണിയിലാണ്. പിന്നെ അതേപോലെ തന്നെ വയറ്റിലുണ്ടാവുന്ന അർബുദത്തിന്, പിന്നെ ആമാശ അർബുദത്തിനുമൊക്കെ നല്ല റിസൾട്ട് ഉള്ളതായിട്ടാണ് ഈ ചിറ്റാമൃത് കാണുന്നത്. പിന്നെ എന്താണെന്ന് വെച്ചാൽ ഇതിൻ്റെ ഒരു പ്രശ്നം, ഇപ്പോൾ നമ്മളൊരു ലേശം മധുരമുള്ള എന്തെങ്കിലും സാധനം നന്നായിട്ട് കഴിക്കണമെന്ന് ആഗ്രഹിക്കുകയാണെങ്കിൽ ഒരു 2 മണിക്കൂർ മുമ്പേ എന്ത് ചെയ്യുക, എന്തെങ്കിലും ഒരു പിന്നെ ഇതിന് നീരെടുത്തിട്ട് നമ്മൾ നന്നായിട്ട് കഴിക്കുക. കുറച്ച് നീരെടുത്ത് കഴിച്ച് പിന്നെ നമുക്ക് എന്ത് ചെയ്യാം, ആ മധുരം കഴിക്കുമ്പോൾ അതത്ര കാണൂല, മധുരം കുറഞ്ഞേ തോന്നും. അതാണ്. പിന്നെ അതേപോലെ തന്നെ വളരെയധികം അത്ഭുതകരമായ ഔഷധ ചെടികളുണ്ട്. ഈ ചെടികൾ പൊതുവെ എന്താ വെച്ചാൽ അമർക്കൊടി പറഞ്ഞിട്ട് സാധനമുണ്ട്. അമർക്കൊടി ഇത് ഇവിടെ നിൽക്കുന്നുണ്ട്. ഇത് അമർക്കൊടി. ഈ അമർക്കൊടി ആരെങ്കിലും കണ്ടുക്കണമെന്നറിയില്ല. ഇതാണ് അമർക്കൊടി. ഇത് വൈദ്യന്മാർക്കൊക്കെ അറിയെങ്കിൽ ഇതിൻ്റെ നെറ്റിലും ഇതിലൊന്നും പോയാലൊന്നും ഇതിൻ്റെ വിവരം കിട്ടില്ല. അപ്പോൾ ഇതൊക്കെ വൈദ്യന്മാരുടെ കയ്യിൽ ആരത്തിലുണ്ടെങ്കിൽ ഇതിൻ്റെ ഔഷധ ഗുണം ഞാൻ ഇതിൻ്റെ ഔഷധ ഗുണം പറയാം. അപ്പോൾ നെറ്റ് തിരഞ്ഞാൽ കിട്ടൂല എന്നാണ്. അപ്പോൾ അത് കാരണം നിങ്ങൾ എന്ത് ചെയ്യുക, പിന്നെ ഈ വൈദ്യന്മാർ ഔഷധ പ്രേമികളോ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഈ അമർക്കൊടി ഇതാ നോക്ക്, ഇതിൻ്റെ ഔഷധ ഗുണം ഞാൻ പറയാം. അപ്പോൾ ഇത് പിന്നെ എവിടെയെങ്കിലും ഉണ്ടെങ്കിൽ അപ്പോൾ ഇതിനെക്കുറിച്ചിട്ട് കൂടുതൽ അറിയുന്ന ആൾക്കാരുണ്ടെങ്കിൽ കൂടുതൽ വിവരം പറയുക. അപ്പോൾ ഇതിനെക്കുറിച്ച് നമുക്ക് ഒരു പഠനം നടത്താം. ഔഷധ പരിപാലന സമിതിക്ക് വേണ്ടി ഷെരീഫ് പാറൽ. ഓക്കെ, ബൈ.